എന്തുമാത്രം ലൈറ്റുകളാണ് കാണാൻ കൊതിയാവണു. ചേച്ചി അത് വേണ്ട കേട്ടാ, നമുക്കിവിടെ തന്നെ നിക്കാന്നേ. അവിടെ ആരെങ്കിലും നമ്മളെ കണ്ട പ്രശ്നാവൂട്ടാ. ഈ സാരിയിൽ നിന്നെ കാണുമ്പോൾ പഴയ കാലത്ത് തിരികെ പോയതുപോലെ തോന്നുന്നു. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലുണ്ട്. ഓ 10 കുറവുള്ളോ? ഹാപ്പി ആനിവേഴ്സറി ഡേ. താങ്ക് യു. താങ്ക് യു ഡിയർ. അരവിന്ദ് എവിടെ? അവനവിടെ സ്റ്റേജിന്റെ അവിടെ കാണും. ഓ അവിടെ ആകുമ്പോ പെൺകുട്ടികൾ കാണുമല്ലോ. വല്യമ്മേ, ആരാ ഇത്? ബ്യൂട്ടി ബാർബി ഗേളോ? വല്യമ്മേ, ഇന്ന് ഫംഗ്ഷൻ ആങ്കറിംഗ് ചെയ്യുന്ന ഞാനാ. കൊഴപ്പൊന്നുമില്ലല്ലോ? അതെന്താ, വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടാത്തോണ്ടൊന്നുമല്ല, ആങ്കറിങ്ങിന് കൊടുക്കുന്ന പൈസ അടിച്ചു മാറ്റാനാ. ബാംഗ്ലൂർ പോകുമ്പോ അടിച്ചു വിളിക്കാൻ. ഈ അമ്മ എന്താ ഇതുവരെ വരാത്തെ? 2 മണിക്കൂറായിട്ട് മേക്കപ്പ് തുടങ്ങിയതാ. നിന്റെ അമ്മയല്ലേ ആള്? പണ്ട് താലപ്പൊലി കാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ? എല്ലാ ഒരുക്കവും കഴിഞ്ഞ് നിന്റെ അമ്മയും കൊണ്ട് ചെന്നപ്പോ അവിടെ ഉത്സവവും കഴിഞ്ഞു വെടിക്കെട്ടാ. എന്താ പിന്നെ VIP വണ്ടികൾ മാത്രം നമ്പർ നോക്കി അകത്തേക്ക് കയറ്റണം. ബാക്കി വണ്ടികളൊക്കെ ബംഗ്ലാവിന്റെ പിറകിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് വിട്ടാൽ മതി. നമ്മൾ ക്ഷണിച്ച മറ്റുള്ളവരുടെ വണ്ടികളുടെ ലിസ്റ്റാണിത്. രാത്രി മുഴുവൻ ഗസ്റ്റുകൾ വരികയും പോവുകയും ചെയ്യുന്നതാ. വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. നമ്മളുടെ ഒരു ഡ്രൈവറോ ഒരു സ്റ്റാഫോ പോലും മദ്യപിച്ചേക്കരുത്. അറിയാലോ മാഡത്തിന്റെ സ്വഭാവം. നോക്കടാ, എന്തിട്ടാ അലങ്കാരം, എന്തിട്ടാ ഒരു ഭംഗി, സ്വർഗം പോലുണ്ടേ. ചേച്ചി മോനെ, ഇതൊക്കെ കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യം നമ്മൾ കളയാൻ പാടില്ലാട്ടാ. എന്ത് പ്രശ്നത്തിലും ഞാൻ ഏറ്റൂടാ, നീ വന്നേ, വാടാ. എല്ലാം ഓക്കെയാണ്. ഗസ്റ്റുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ അത് എയർപോർട്ടിലേക്ക് ഞാൻ തന്നെ പോവാം. ആരാ അമ്മ ഇയാള്? അഖിലാണ്ടേശ്വരിയുടെ ചീഫ് ഡ്രൈവറാ ദാസ്. അയാളുടെ ഒരു ഫോൺ 2 കൊടുത്താലേ പഠിക്കും. സോറി മാഡം,
ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കണം. തന്റെ ക്ഷമ അതാർക്ക് വേണം? ഒരു VIP വന്ന് കാറിൽ ഹോൺ അടിക്കുമ്പോ കേൾക്കാത്ത വിധത്തിൽ എന്തായിരുന്നു ഫോണിൽ ഇത്ര സംസാരം? മാനേഴ്സ് ഇല്ലാത്ത ഫൂൾ, ഇൻഡീസന്റ് ഫെലോ. ദേ, മര്യാദക്കല്ലെങ്കിൽ തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. അയ്യോ മാഡം, പ്ലീസ്. ശരി, വണ്ടിയിലൊരു ഗിഫ്റ്റ് ഉണ്ട്, പോയതെടുത്തോണ്ട് വാ. ശരി മാഡം. നോക്കടാ, എന്തുട്ടാ ഒരു കാഴ്ച, ദേവലോകം തന്നെയാ. നേരെ നീ അവിടെ കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട്. ദേ അങ്ങോട്ട് നോക്കി, ഇവിടുത്തെ രണ്ടാമത്തെ ചേട്ടൻ. പാർട്ടി എങ്ങനെയുണ്ട്? എന്ത് പാർട്ടി, ബോറ്, ഒരു വൈൻ പോലും ഇല്ല. അത് വിടുന്ന്. നിന്റെ ശബ്ദത്തിനും നോട്ടത്തിനും വൈനേക്കാളേ. ദേ, നമുക്ക് കുറച്ചു നേരം ഒരു ശല്യവും ഇല്ലാതെ ഇവിടെ പഞ്ചാരടിച്ചിരിക്കും. എന്താ? പിന്നെ ഇത് വൈറ്റർ മിക്സ് ചെയ്ത മിനറൽ വാട്ടറാ, വേണോ? ഏയ്, എനിക്ക് വേണ്ട. ഷേ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇതിലൊന്നുമില്ലാത്ത ലഹരി നിന്റെ ചുണ്ടിലുണ്ടെങ്കിലോ? ഞാനൊന്ന് രുചിച്ചു നോക്കട്ടെ. പ്ലീസ് 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 പ്ലീസ്. അയ്യോ, ഏയ് നിക്ക്. ശ്ശേ. ദേ, 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 ദേ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ദേ, വേണ്ട, ദേ, ദേ, ചുമ്മാ നിക്ക്. ചേച്ചി എന്റെ കണ്ണിന് ഇവിടെ എന്തിനാ എന്റെ കണ്ണ് കുത്തിപ്പിടിക്കണേ? അനിയും കൂടെ ഒന്നും കാണാൻ പാടില്ല, കൊഴപ്പാണേ. വീട് ചേച്ചി, വീട്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഏയ് എന്റെ കണ്ണ് നോണട്ടാ, വീട് ചേച്ചി. വിടാനേ. ദേ, അങ്ങോട്ട് നോക്കി, മാഡം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ദിനമാണ്.
സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിൽ സിൽവർ ജൂബിലിയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നതും സന്തോഷം പങ്കുവെക്കുന്നതും. സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ കല്യാണത്തിനും ഇതൊക്കെ ഏർപ്പാടാക്കണം കേട്ടോ. എന്ത് രസാടാ. കേക്കുന്നുണ്ടോ നീ? ചേച്ചിയുടെ കല്യാണം നമ്മൾ തകർക്കില്ലേ? അടിപൊളിയായിരിക്കും. അന്ന് കണ്ടോ? നടന്നത് തന്നെ. എന്താണ് നല്ല ദാമ്പത്യത്തിന്റെ കയ്യൊപ്പെന്നൊരാൾ ചോദിച്ചാൽ മറുപടി പറയാൻ നമ്മൾ ഒരിക്കലും സംശയിക്കണ്ട. പേര് സമ്പാദിച്ച മക്കൾ തന്നെയാണ്. ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ മൂത്ത മകന്റെ പേര് പറഞ്ഞാൽ ബിസിനസ് ലോകം അസൂയോടെ നോക്കും. അതെ, അത് മറ്റാരുമല്ല, the one and only business magnate in our town, Mr. Anandakrishnan. Please come on the stage. ചേട്ടനെ വിളിച്ചു കഴിഞ്ഞു. അടുത്ത എന്നെയായിരിക്കും സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ഫ്രീ ആകുമ്പോൾ പിന്നെ വിളിക്കാം. ദേ മുങ്ങിക്കളയല്ലേ. പോട്ടെ, ബൈ. വീട്ടിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് ഇളയ കുട്ടിയോട് ഒരു അല്പം പ്രിയം കൂടുതലായിരിക്കും. അത് ഉറപ്പാ. ഇവിടെ തൃച്ചംബരത്ത് അതേ വാത്സല്യം അനുഭവിക്കുന്ന ഒരു സ്മാർട്ട് ബോയ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ ഇളയ മകൻ മിസ്റ്റർ അരവിന്ദ്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. വേദിയിലേക്ക് ആനയിക്കപ്പെടുന്നത് ഇന്ന് ദാമ്പത്യത്തിന്റെ 25ാം പിറന്നാൾ മധുരം നുകരുന്ന ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ബിലൗഡ് ആൻഡ് മോസ്റ്റ് ലവബിൾ കപ്പിൾ ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ഗിവ് എ ബിഗ് ഹാൻഡ് മിസ്റ്റർ ശിവരാമകൃഷ്ണൻ ആൻഡ് മിസ്സസ് അഖിലാണ്ടേശ്വരി. അനിയൻകുട്ടാ, നോക്കിയടാ, ആ പെങ്കുച്ചു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ നേരിട്ട് കണ്ടതിനേക്കാൾ സുന്ദരിയാ അല്ലടാ. നമുക്കവിടെ സ്റ്റേജിനടുത്ത് പോയി നോക്കിയാലോ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി ഇങ്ങനെ അവസരം കിട്ടില്ലെന്നേ. വാടാ. ചേച്ചി, ഇപ്പൊ തന്നെ ആരെങ്കിലും കാണുന്നു പേടിച്ചാ ഞാൻ നിക്കണേ. എന്റെ കൈയും കാലും വിറക്കാട്ടാ. ആരും കാണാതെ ഇവിടെ തന്നെ നിന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാട്ടാ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇതൊരു കഷ്ടത്. മാഡം, ഈ വിവാഹ വാർഷിക പരിപാടിയിൽ മാഡത്തിന്റെ ഒരു പെർഫോമൻസ് കാണുമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്താ, അങ്ങനെയല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അയ്യോ, പെർഫോമൻസിനൊന്നും ഞങ്ങളില്ല. വെറുതെ കുഴപ്പമുണ്ടാക്കരുതേ മോളെ. ഈ പ്രായത്തിൽ പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര റിസ്കാ. ഞങ്ങൾ ഒഴിവാക്കിയേക്ക്. സോറി, ഇന്നിനി എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിയാണോ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്കായിട്ട് ഒരു ചെറിയ മത്സരം നടത്താൻ പോകുവാണ്. എന്താ, റെഡിയല്ലേ? പ്ലീസ്, ഇതൊക്കെ ഒരു രസമായിട്ട് കണ്ടാ മതി. വെരി ഗുഡ്. മത്സരമാണെന്ന് പറഞ്ഞല്ലോ, ഇതൊരു സിമ്പിൾ മത്സരമാണ്.
നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കാർഡ് തരും. ആ കാർഡിൽ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതാൻ പോവുകയാണ്. ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എത്രത്തോളം മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണെന്ന് ഞങ്ങൾ ഇവിടെ വിലയിരുത്താൻ പോകുന്നത്. സാർ എന്ത് പറയുന്നു? അതെ, ആകെ ടെൻഷനിലാണ്. ഇതിനേക്കാൾ എളുപ്പം ഡാൻസ് ചെയ്യുന്നതായിരിക്കും. അത് വലിയ അപകടമായിരിക്കും സാർ. ശരി, മത്സരത്തിന് റെഡിയല്ലേ? റെഡി. ഓക്കെ, തുടങ്ങാം. ഇതാണ് നിങ്ങൾക്കുള്ള കാർഡ്. അച്ഛാ, എല്ലാത്തിനും ഉത്തരം എഴുതിക്കൊള്ളണം. നമ്മൾ ആണുങ്ങൾ തോറ്റുകൊടുക്കാൻ പാടില്ല. ഓൾ ദ ബെസ്റ്റ്. ഇവര് രണ്ടുപേരും ജയിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. സോ മാഡത്തിന്റെ കാർഡിൽ ഞാൻ സാറിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. സാർ അതുപോലെ സാറിന്റെ കാർഡിൽ ഞാൻ മാഡത്തിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ. എന്താ, മനസ്സിലായില്ലേ? ഓക്കെ, റെഡി? അനുകൂടാ, നീ നോക്കിയടാ, അവര് തമ്മിൽ മത്സരം തുടങ്ങിട്ടാ. നല്ല രസമുണ്ടല്ലേ? ശരിയാ ചീ, ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണണേ. ചേച്ചിക്ക് എന്താ തോന്നുന്നേ? ഈ മത്സരത്തില് മേഡം തോക്കുമായിരിക്കും അല്ലേ? പോടാ അവിടുന്ന്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തോക്ക്, മാഡോ ജയിക്കൂ. 3.5 തരോ. ചേച്ചി, ആണും പെണ്ണും തമ്മിൽ മത്സരിച്ച ആണേ ജയിക്കൂ. മേഡം ഒരു പെണ്ണല്ലേ? പറ്റണ്ട. ഓക്കെ, എന്നാ പറ്റ്. ഒരു ദം ബിരിയാണി. അത് വേണ്ട ചേച്ചി, ഒരു ദം ബിരിയാണി പെൻഡിങ്ങാ. പഴയ പറ്റേ ഒരു ക്രിക്കറ്റ് കിറ്റ് മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങോട്ടോ? ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്പരത്തി പൂവ്. അതാകുമ്പോ ചെലവില്ലല്ലോ. ശരി ശരി, ഓക്കെ. നോക്കിക്കോ, ആരെ ജയിക്കണം നമുക്ക് കാണാം. നോക്കാട്ടാ. സോ മാഡം, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അച്ഛാ, തകർത്തോണം. അല്ലെങ്കിൽ നാണക്കേടാ. അച്ഛന് മാത്രല്ല, ഞങ്ങൾ ആമ്പിള്ളേർക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒന്നടങ്ങടാ. ഒന്നാമത് ആകെ ടെൻഷൻ കാരണം വയ്യ. തെറ്റിപ്പോയ ഭയങ്കര ബോറാ. കൂളായിട്ട് എഴുതമേ, അമ്മയ്ക്ക് പറ്റും. ഞാൻ എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ എന്നെ കൊണ്ടാവോ എന്തോ. എനിക്കറിയില്ലെങ്കിലും ഞാൻ നിന്നോടല്ലേ ചോദിക്കാറ്. ഇതെനിക്ക് നിന്നെ പൂർണ്ണമായി അറിയുമോ എന്ന പരീക്ഷണമാണ്. അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുകയാണ്. പ്ലീസ് ഗിവ് മീ ദി കാർഡ്. സർ, അപ്പൊ രണ്ടുപേരും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കുകയാണ്. താങ്ക് യു. ആദ്യം വായിക്കാൻ പോകുന്നത് ശിവരാമകൃഷ്ണൻ സാർ താങ്കളുടെ ഭാര്യയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളാണ്. റെഡിയല്ലേ? റെഡി. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, താങ്കൾ പെണ്ണ് കാണാൻ പോയ സമയത്ത് അഖിലാണ്ടേശ്വരി മാഡത്തോട് ചോദിച്ച മറക്കാനാകാത്ത ഒരു ചോദ്യം ഏതായിരുന്നു? അതിന് മാഡം നൽകിയ മറുപടി എന്താണെന്ന് ഉത്തരം മാഡം പറയണം. അന്ന് വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. ചോദിച്ചാലല്ലേ തരാൻ പറ്റൂന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ ചോദിക്കാതെ തരാൻ വെള്ളം എന്റെ മനസ്സാണോ എന്ന് തമാശ പറഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങിൽ ഇത്രയും സ്ട്രോങ് ആയ ഒരു മറുപടി. യഥാർത്ഥ പ്രണയത്തിന്റെ ബേസ് ഇതാണ്. ബെസ്റ്റ് ആൻസർ. ചോദിക്കാതെ നൽകുന്നതാണ് മനസ്സ്, അതാണ് പ്രണയം. ഗ്രേറ്റ്.